ഹലോ, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു ദോശ വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് തൈര് ദോശ. ഇത് സൂപ്പർ ഫാസ്റ്റായിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു ദോശയാണ്. ഇതിൻ്റെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. തൈര് ദോശ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. അരിപ്പൊടി, അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. നല്ല നൈസ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1 കപ്പ് തൈര്, പിന്നെ ആവശ്യത്തിന് എണ്ണ, നമുക്ക് ദോശ ചുടാനായിട്ടുള്ളതും വേണ്ടി വരും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഈ ഡിഷ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, അരിപ്പൊടിയിലേക്ക് നമുക്ക് ഈ തൈര് ചേർക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കുക. തൈര് ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് മുമ്പേ തന്നെ എടുത്ത് പുറത്ത് വെക്കണം. ഈ തൈര് നന്നായിട്ട് അരിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിലേക്ക് ആക്കിയെടുക്കാം. ഏകദേശം ഞാൻ 1 കപ്പ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നമുക്കിത് കലക്കിയെടുക്കാം. അപ്പോൾ മാവ് നല്ലപോലെ കലക്കി ദോശമാവ് പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇത് ഒന്നും കൂടി എളുപ്പമാക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി, അതായത് തൈര്, അരിപ്പൊടി, ഉപ്പും വെള്ളവും കൂടി ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ആവും. ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് ഇളക്കിയെടുത്തതാണ്. നിങ്ങൾ വേണമെങ്കിൽ മിക്സിയോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബ്ലെൻഡറോ ഉപയോഗിച്ച് ഈ മാവ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഈ മാവിനെ നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 10 മിനിറ്റ് ഇത് അടച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ദോശമാവ് 10 മിനിറ്റ് നല്ലോണം റെസ്റ്റ് ചെയ്തതിന് ശേഷം കല്ല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദോശയുടെ മേലെ നല്ലോണം എണ്ണ ഒഴിക്കുക. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ മറിച്ചിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചട്നിയുടെ കൂടെ സാമ്പാറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.